നമസ്കാരം. ആധുനിക സാങ്കേതിക വിദ്യയുടെയും നൂതന ആശയങ്ങളുടെയും സഹായത്തോടെ മനുഷ്യൻ്റെ യാത്രാരീതികളെ സമൂലം മാറ്റിയെഴുതാനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഉത്തരാഖണ്ഡിലെ അൽമേരയിൽ നിന്നുള്ള ഒരു യുവ സംരംഭകൻ വിജയകരമായി പരീക്ഷിച്ച ഡ്രോൺ അധിഷ്ഠിത ഫ്ലൈയിങ് കാർ ഇപ്പോൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലെ യാത്രാ ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഇലക്ട്രിക് പറക്കും വാഹനം രാജ്യത്തെ ഗതാഗത മേഖലയിൽ തന്നെ വലിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. പരമ്പരാഗത ഗതാഗത മാർഗങ്ങൾക്ക് ബദലായി ആകാശപാതകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ടാണ് ഈ പരീക്ഷണ പറക്കലിനെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഉത്തരാഖണ്ഡിലെ അൽമേര ജില്ലയിലെ കാഫ്ലി ഖാൻ ഗ്രാമത്തിൽ നിന്നുള്ള രവി തംത എന്ന യുവാവാണ് ഈ വിസ്മയകരമായ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഹാപ്പിഡ സ്കൈ എന്ന തൻ്റെ സ്വന്തം സ്റ്റാർട്ടപ്പിൻ്റെ കീഴിലാണ് ഇയാൾ ഈ സിംഗിൾ സീറ്റർ ഇലക്ട്രിക് പറക്കും കാറിൻ്റെ പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഹാപ്പിഡ സ്കൈനെക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉപകരണം പരിഷ്കരിച്ച ഡ്രോൺ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ വാഹനത്തിൻ്റെ പ്രാരംഭ പറക്കലിൻ്റെ വീഡിയോകൾ വൈറലായതോടെ വലിയ ജനശ്രദ്ധയാണ് രവി തംതയ്ക്കും അദ്ദേഹത്തിൻ്റെ സംരംഭത്തിനും ലഭിച്ചത്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവയ്ക്കുകയും യുവ സംരംഭകനെ അഭിനന്ദിക്കുകയും ചെയ്തു. മലയോര മേഖലകളിലെ ദുർഘടമായ യാത്രാ പ്രശ്നങ്ങൾക്ക് ലളിതമായൊരു പരിഹാരം കണ്ടെത്തുക എന്ന ചിന്തയാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് രവി തംതയെ നയിക്കുന്നത്. തൻ്റെ ഗ്രാമവും നഗരത്തിലെ വീടും തമ്മിലുള്ള ഏകദേശം 40 കിലോമീറ്റർ ദൂരം റോഡ് മാർഗം സഞ്ചരിക്കാൻ സാധാരണയായി 90 മിനിറ്റിലധികം സമയം വേണ്ടി വരാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിഗത പറക്കം വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ദൂരം വെറും 10 മുതൽ 15 മിനിറ്റുകളിൽ പിന്നിടാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അൽമേരയിലെ തുറന്ന മൈതാനത്ത് വെച്ചാണ് രവി തംതയും അദ്ദേഹത്തിൻ്റെ സാങ്കേതിക സംഘവും ഈ വാഹനത്തിൻ്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയത്. വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിൻ്റെയും നിരവധി പരീക്ഷണങ്ങളുടെയും ഫലമായിട്ടാണ് ഒരു മനുഷ്യനെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിൽ നിലവിലുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയെ മാറ്റിയെടുത്തത് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അതേസമയം താൻ വികസിപ്പിച്ചെടുത്ത ഈ പറക്കും വാഹനം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് എന്ന തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളെ രവി തംത ശക്തമായി എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. തൻ്റെ അവകാശവാദങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്നതിനായി മാധ്യമപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും തൻ്റെ നിർമ്മാണ യൂണിറ്റ് നേരിട്ട് സന്ദർശിക്കാൻ അദ്ദേഹം പരസ്യമായി ക്ഷണിക്കുകയും ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ വാഹനം ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ആശയങ്ങൾക്ക് കരുത്തു പകരുന്ന ഒന്നുകൂടിയാണ്. പൂർണ്ണമായും ഇലക്ട്രിക് പവർ ട്രെയിനിൽ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഹാപ്പിഡ സ്കൈനെക്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എങ്കിലും ബാറ്ററിയുടെ ശേഷി, പറക്കൽ ദൈർഘ്യം, വേഗത, ഭാരം താങ്ങാനുള്ള ശേഷി, ചാർജ് ചെയ്യാൻ ആവശ്യമായ സമയം തുടങ്ങിയ വിശദമായ സാങ്കേതിക വിവരങ്ങൾ ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച കോമ്പാക്ട് മൾട്ടി റോട്ടർ സംവിധാനമാണ് ഈ പ്രോട്ടോടൈപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉയരത്തിലേക്ക് പൊങ്ങുക, കൃത്യമായ ബാലൻസ് നിലനിർത്തുക, വാഹനം നിയന്ത്രിക്കുക എന്നീ അടിസ്ഥാന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം വരിച്ച ശേഷമാണ് അടുത്ത ഘട്ടത്തിലുള്ള വിപുലമായ മാറ്റങ്ങളിലേക്ക് സംഘം കടക്കുന്നത്. മലയോര ഗതാഗത മേഖലയിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ നാന്ദിയായിട്ടാണ് ഈ പരീക്ഷണ പറക്കൽ വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ യുവപ്രതിഭകളുടെ നൂതനമായ ആശയങ്ങൾക്ക് സർക്കാരും സമൂഹവും നൽകുന്ന പിന്തുണ ഇത്തരം സംരംഭങ്ങൾക്ക് വലിയ ഊർജ്ജമാണ് പകരുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ഈ യുവശാസ്ത്രജ്ഞൻ. രവി തംത വികസിപ്പിച്ചെടുത്ത പ്രോട്ടോടൈപ്പ് മാതൃകയ്ക്ക് സമാനമായി മനുഷ്യനെ വഹിക്കാൻ ശേഷിയുള്ള പറക്കും വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൽ ലോകത്തെ പല പ്രമുഖ കമ്പനികളും ഇന്ന് വലിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് കുരുക്കുകളിൽ നിന്ന് മുക്തി നേടി ആകാശപാതകളിലൂടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ അതിവേഗത്തിലെത്തുന്ന ഒരു ഭാവി ഗതാഗത സംവിധാനമാണ് ഇതിലൂടെ വിഭാവനം ചെയ്യപ്പെടുന്നത്. ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ ഡ്രൈവ് എന്ന കമ്പനി
ഈ രംഗത്ത് വളരെ വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. അവരുടെ SD Note 5 എന്ന് പേരിട്ടിരിക്കുന്ന ഇലക്ട്രിക് വിമാനം നഗരഗതാഗതത്തിന് ഒരു പുതിയ മുഖം നൽകാൻ ഉതകുന്നതാണ്. ഇത് ഹ്രസ്വദൂര യാത്രകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ചൈനീസ് കമ്പനിയായ ഈഹാങ് മനുഷ്യനെ വഹിക്കാൻ കഴിയുന്ന ഓട്ടോണമസ് ഏരിയൽ വെഹിക്കിളുകൾ അഥവാ പറക്കം ടാക്സികൾ നിർമ്മിക്കുന്നതിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. ഇവരുടെ EH216 പോലുള്ള മോഡലുകൾ ഇതിനകം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷണ പറക്കലുകൾ നടത്തി സുരക്ഷിതത്വം തെളിയിച്ചിട്ടുള്ളവയാണ്. ഡ്രൈവറില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇത്തരം വാഹനങ്ങൾ ഭാവിയിലെ സ്മാർട്ട് നഗരങ്ങളിൽ വലിയ വിപ്ലവത്തിന് തിരികൊളുത്തും. അമേരിക്കൻ കമ്പനിയായ ജോബി ഏവിയേഷൻ 5 പേരെ വഹിക്കാൻ ശേഷിയുള്ള അതിനൂതനമായ എയർ ടാക്സികളാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ നിക്ഷേപങ്ങളും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വിമാനയാത്രാ രംഗത്ത് ഇവർ നിർണായകമായ പല പുരോഗതികളും കൈവരിച്ചിട്ടുമുണ്ട്. മറ്റൊരു കമ്പനിയായ ലിഫ്റ്റ് എയർക്രാഫ്റ്റ് ഹെക്സ എന്ന പേരിൽ ഒരു സിംഗിൾ സീറ്റർ എയർ ടാക്സി വിപണിയിൽ എത്തിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. ടൂറിസം മേഖലയ്ക്കും ഹ്രസ്വദൂര യാത്രകൾക്കും വേണ്ടി മാത്രമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വാഹനം ആകാശയാത്രകൾ കൂടുതൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ സഹായിക്കും. കൂടാതെ ജർമ്മനിയിലെ വോളോകോപ്റ്റർ, എയർബസിൻ്റെ സിറ്റി എയർബസ്, ബോയിങ്ങിൻ്റെ പാസഞ്ചർ എയർ വെഹിക്കിൾ തുടങ്ങിയ പദ്ധതികളും ആഗോളതലത്തിൽ ഈ രംഗത്ത് വലിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഈ പ്രമുഖ കമ്പനികൾ കോടിക്കണക്കിന് രൂപയും ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് സൗകര്യങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം വിമാനങ്ങൾ നിർമ്മിക്കുന്നത് എങ്കിൽ രവി തംതെ പോലെയുള്ള പ്രതിഭകൾ പൂർണ്ണമായും തദ്ദേശീയമായി ഇത്തരമൊരു ആശയം പ്രാവർത്തികമാക്കുന്നത് വലിയ അഭിനന്ദനമർഹിക്കുന്ന കാര്യമാണ്. സാങ്കേതികവിദ്യയുടെ കുത്തക കമ്പനികൾക്ക് മാത്രമായി ഉണ്ടായിരുന്ന ഇത്തരം പറക്കും വാഹന നിർമ്മാണ രംഗത്തേക്ക് സാധാരണക്കാർക്കും ഗ്രാമീണ മേഖലയിൽ നിന്നുള്ളവർക്കും കടന്നു വരാൻ സാധിക്കുമെന്നത് വലിയൊരു മാറ്റമാണ്. ആകാശപാതകൾ തുറക്കപ്പെടുന്നതോടെ ഗതാഗത കുരുക്കുകൾക്ക് പരിഹാരമാക്കുന്നതിനൊപ്പം സമയലാഭവും സുരക്ഷിതവുമായ യാത്രാമാർഗം എല്ലാവരിലേക്കും എത്തിച്ചേരുമെന്നത് ഉറപ്പാണ്. ഭാവിയിൽ ഇത്തരം ഇലക്ട്രിക് പറക്കം വാഹനങ്ങൾ നിരത്തിയിറങ്ങുന്ന വാഹനങ്ങളെപ്പോലെ തന്നെ സാധാരണമായി മാറുന്ന കാലം വിദൂരമല്ല എന്നതാണ് ഈ പരീക്ഷണങ്ങളെല്ലാം നൽകുന്ന വലിയ സന്ദേശം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.